മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ തീറ്റ തേടി തമിഴ്നാട്ടിൽ നിന്നുള്ള ചെമ്മരിയാട് കൂട്ടങ്ങൾ പഴയന്നൂർ, ചേലക്കര മേഖലകളിൽ എത്തിത്തുടങ്ങി. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെമ്മരിയാട് കൂട്ടങ്ങൾ പഴയന്നൂർ, ചേലക്കര മേഖലകളിലെ പാടശേഖരങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ രംഗനാഥൻ, സുരേഷ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 500ഓളം ആടുകളാണിപ്പോൾ ചേലക്കര നാട്ടിൻചിറ കുളത്തിന് സമീപമുള്ള വയലുകളിൽ തമ്പടിച്ചിരിക്കുന്നത്. 300 വലിയ ആടുകളും 200 കുട്ടികളും അടങ്ങുന്ന ഈ ആട്ടിൻപറ്റത്തിൽ ചെമ്മരിയാടുകളെ കൂടാതെ നാടൻ ആടുകളുമുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ യഥേഷ്ടം ലഭ്യമായ തീറ്റ ഭക്ഷിച്ച് അടുത്ത 3 മാസക്കാലം ഈ ആടുകൾക്കിവിടെ സുഖവാസമായിരിക്കും. കോയമ്പത്തൂർ സ്വദേശികളായ ജഗന്നാഥൻ, കാളിയപ്പൻ എന്നിവരാണ് ഈ വലിയ ആട്ടിൻപറ്റത്തെ പരിപാലിക്കുന്നത്. രാവിലെ 10 മണിയോടെ വയലിലേക്ക് ഇറക്കുന്ന ആടുകളെ നിയന്ത്രിക്കുന്നത് മണിയൻ എന്ന് വിളിക്കുന്ന വലിയൊരു മുട്ടനാടാണ്. മണിയൻ മുന്നിൽ നടന്നാൽ മാത്രമേ ബാക്കിയുള്ള ആടുകൾ പിന്നാലെ വരികയുള്ളൂ എന്നതാണ് പ്രത്യേകത. തൊഴിലാളികൾ എത്ര ശ്രമിച്ചാലും മണിയൻ പോകുന്ന വഴിയിലൂടെ മാത്രമേ ആട്ടിൻകൂട്ടം സഞ്ചരിക്കുകയുള്ളൂ. 5 വേട്ടപ്പട്ടികളുടെ ശക്തമായ കാവലിലാണ് ഇവ പാടങ്ങളിൽ മേയുന്നത്. വൈകിട്ട് 5 മണിയോടെ പാടത്ത് തന്നെ താൽക്കാലികമായി തയ്യാറാക്കിയ വലക്കൂട്ടിലേക്ക് ഇവയെ മാറ്റും. കടുത്ത മഞ്ഞും തണുപ്പും അവഗണിച്ചാണ് തൊഴിലാളികൾ ആടുകൾക്ക് കാവലായി രാത്രി വയലിൽ കഴിയുന്നത്. ഏപ്രിൽ മാസം വരെ ചേലക്കര, പഴയന്നൂർ, ആലത്തൂർ മേഖലകളിലെ വിവിധ പാടശേഖരങ്ങളിൽ ആടുകളെ മേയിച്ച ശേഷം ഇവർ നാട്ടിലേക്ക് മടങ്ങും. ആദ്യകാലങ്ങളിൽ ചെമ്മരിയാടുകളുടെ രോമം ഉപയോഗിച്ച് കമ്പിളി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്നുവെങ്കിലും ഇന്ന് ആ തൊഴിൽ ചെയ്യാൻ പുതിയ ആളുകൾ തയ്യാറാകുന്നില്ലെന്ന് ജഗന്നാഥൻ പറയുന്നു. കോയമ്പത്തൂരിൽ പിന്നെ വന്നിട്ടപ്പോൾ 2-3 മാസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ മാറി പോകും. പിന്നെ പാടൂർ വഴിക്ക് പോയിട്ട് പിന്നെ ആലത്തൂർ വഴിക്ക് പോയിട്ട് ഏപ്രിൽ മാസം തമിഴ്നാട് എത്തുന്നു. എவ்வளோ ஆடுகள் இருக்குது? ஆடு 500 உண்டுங்க. முதலாளி வந்து ரங்கநாதன், சுரேஷ். പിന്നെ നാങ്ങളൊക്കെ പണിക്കാരനാണ്. ഒരു ദിവസത്തെ കൂലി 800. 2 ദിവസം 2 നേരം സാപ്പാട് അവർ തരുക. എങ്ങനെ കേരളത്തിലെ ആളുകൾ തന്നെ? അല്ല, നല്ല ആളുകൾ, നല്ല ഒന്നും പ്രശ്നം, നല്ല ആളുകൾ. ഇന്ന് ആടുകൾക്കെല്ലാം വേറെ തന്നെ എന്താ ഭക്ഷണം എല്ലാം കൂടെ ഇത് മറ്റും തന്നെ കൊടുക്കുക? പുല്ല്, നെല്ല്, പിന്നെ തന്നിങ്ങ, പച്ചവെള്ളം. കടുത്ത വെയിലും തണുപ്പും സഹിച്ച് ഉപജീവനത്തിനായി കേരളത്തിലെത്തുന്ന തങ്ങളോട് മലയാളികൾ വലിയ സഹകരണമാണ് പുലർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, CCV.